നിസ സെമീസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റുള്ള ഒരു ബ്രെഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. പുഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അരികിലുള്ള ബ്രൗൺ കളറിലുള്ള ഭാഗം നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് അത് പൊടിച്ചിട്ടിട്ട് അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് അത് നല്ലതുപോലെ ഒന്ന് കുതിർത്ത് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ബ്രെഡും പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിനകത്ത് 100 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചിരിക്കുന്നത്. അത് വേണ്ടാത്തവർക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി പഞ്ചസാര കാരമലൈസ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വലിയ സ്പൂണിലാണ് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ ഓൺ ചെയ്ത് വെക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കത് എടുത്ത് മാറ്റാം. ഇനി പുഡിംഗ് തയ്യാറാക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന പോലെ നമുക്കതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് ബ്രെഡും പാലും കൂടെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കണം. ഇതിനി ഒരു അപ്പച്ചെമ്പിൽ ആവിയിൽ വേവിച്ചെടുക്കണം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു 40 മിനിറ്റ് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ച് അത് വെന്തോ ഇല്ലയോ എന്ന് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.